ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസൂസ് വേഴ്സ്. ഗായ്സ്, ഞാൻ ഇന്നിവിടെ കുറച്ച് റിയാക്ഷൻ വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ടോപ്പിക് ഫുഡ് ബ്ലോഗർ മൃണാൾ, ഹംഗ്രി മൃണാൾ. സോ നോട്ട് ബോറിംഗ് യു ഗായ്സ്, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റിവിറ്റിയാണ് ചിഞ്ചു. റെഡി ഫുഡ് റെഡി ബാ. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ചോറുകൾ കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് അതിനെ കാണുന്നതെന്ന് തോന്നുന്നു. നമുക്കിത് കഴിക്കുമ്പോൾ വയറ് നിറയ്ക്കാനുള്ളൊരു സംഭവം എന്നതിനപ്പുറത്തേക്ക് എന്ത് സാധനമായാലും ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടാവുന്നില്ല. സ്പെഷ്യൽ ഫീലിങ്സോ? വാട്ട് യു മീൻ? താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? ഫീലിങ്സ്? ഓക്കെ. ഗൈസ്, ഒരു പൊളി കമൻ്റ് ഉണ്ട്. സോ അതും കൂടെ ഞാൻ റിയാക്ട് ചെയ്യുകയാണ്. രാഹുൽ ചേട്ടൻ പറയുന്നതാണ്, കുറ്റം പറഞ്ഞാലും വെട്ടി വിഴുങ്ങുന്നതിന് കുറവൊന്നുമില്ല. സത്യം. മാഷോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ഊണ് ശരിയല്ലെങ്കിൽ വേറെ കട നോക്കിക്കോളാൻ. കുറ്റം പറയല്ലാതെ ഉണ്ണുമേൽ കുറവൊന്നും കാണുന്നില്ലല്ലോ. പുളിശ്ശേരി ഗംഭീരമായിട്ട് തുടങ്ങിയെങ്കിലും സാമ്പാറിലേക്ക് എത്തിയപ്പോൾ സംഭവത്തിന്റെ രൂപം മാറി തുടങ്ങി. അതെ, സാമ്പാറിലെത്തുമ്പോൾ രൂപം മാറും. ബിക്കോസ് അത് സാമ്പാറാണ്. അത്രയല്ലേ കാശ് വാങ്ങുന്നുള്ളൂ, ഇപ്പം ഇങ്ങനെയൊക്കെ പോരെ എന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് ഈ ഊണുകൾ കാണുമ്പോൾ എയർലൈനുകളെയാണ് ഓർമ്മ. എന്താ എയർലൈൻ ഫുഡിന് എന്താ കുഴപ്പം? ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. ബെസ്റ്റ് ഫുഡാണ് അവർ സെർവ് ചെയ്യുന്നത്. ഗായ്സ്, ഒരു കമൻറ്റ് വായിച്ചു നോക്കാം. മിസ്റ്റർ സജീഷാണ് എഴുതിയേക്കുന്നത്. ലേ മൃണാൾ, കുറ്റം പറഞ്ഞ് പ്ലേറ്റ് കാലിയാവുന്നത് അറിഞ്ഞില്ല. എന്താണെന്നറിയില്ല, കുറ്റം പറയുമ്പോഴാണ് പോളിങ് കൂടുന്നത്. വാട്ട് എ കമൻറ്റ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കമൻറ്റ്. என்னையா சாப்பாடு இது? ரைஸ் நன்னவே இல்லையே. சாம்பார்ங்கிற பேர்ல மஞ்சள் தண்ணி, ரசம்ங்கிற பேர்ல கோமியம். எனி ப்ராப்ளம்? മീൽ ശരിയില്ലെങ്കിലാണ് സാർ. കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറവുണ്ടെങ്കിൽ പറയണം. എന്നാ പിന്നെ അതിനെ നേരം കാണൂ, ഉണ്ണാൻ നേരം ഉണ്ടാവില്ല. ഡിപ്രഷൻ വരും. ഡിപ്രഷൻ വരുമെന്നോ? ഭക്ഷണം കഴിക്കുമ്പോൾ താങ്കൾക്ക് ഡിപ്രഷൻ വരുമെന്നോ? വൗ, ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മിസ്റ്റർ മൃണാൾ, ഇഫ് യു ആർ എക്സ്പീരിയൻസ് ഇൻ ഡിപ്രഷൻ വൈൽ ഈറ്റിംഗ് ഫുഡ്, ഐ ഹാവ് എ സൊല്യൂഷൻ ഫോർ യു. നല്ലൊരു സൊല്യൂഷനാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടോക്ക് ടു എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, ആസ് ലൈക്ക് ഡോക്ടേഴ്സ്, സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്. താങ്ക് യു. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു. അയ്യോ, എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെയാക്കി മാറ്റാൻ പറ്റുന്നത്? ഗായ്സ്, ഒരു കോമഡി കമൻറ്റ് വായിച്ചു നോക്കാം. തസ്നീം ഷാനാസ് ആണ് എഴുതിയേക്കുന്നത്. കോഴിക്കോട് കാതിർക്ക മെസ് ഹൗസിലെ 25 റുപ്പീസ് മീൽസ് കഴിക്കാൻ വാഴയില ചൂടില്ല എന്ന് കുറ്റം പറഞ്ഞ ആളാണ്. ഗൈസ്, റെഫറൻസ് വീഡിയോ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. കാലിക്കറ്റ് ലഞ്ച് ഹോംസ്. പക്ഷെ വേറെ ചില റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടാവുന്നു. അതായത് ഇനി ജീവിക്കണ്ട എന്ന് തോന്നിപ്പോകുന്നു. ഇവിടെ പോയപ്പോൾ എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. നിങ്ങൾ ഈ പറയുന്നത് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. ഇതുപോലൊരു ഊണുകടയിൽ നിന്നും ഞാൻ ഇനി ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല. നിങ്ങളോ? താൻ ഇത്രയും തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബിസിനസ് ഒക്കെ എങ്ങനെ? ഫുഡിന്റെ കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഞങ്ങൾ തന്നെയല്ലേ തോമസ്? അതെ, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. സൂയിസൈഡൽ തോട്ട്സോ? ഓക്കെ മൃണാൾ, ഐ ഹാവ് എ സൊല്യൂഷൻ ഫോർ ദിസ് ഓൾസോ. ഒന്നുമില്ല, ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, സെർച്ച് ചെയ്യുക, സൂസൈഡ് ഹെൽപ്പ് ലൈൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ കാണുന്ന ഫസ്റ്റ് ലിങ്ക് ടാപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഹോം പേജ് റിവ്യൂ കാണാം. അതിനകത്ത് കുറേ കൗൺസിലേഴ്സ് ആൻഡ് ഹെൽപ്പ് ചെയ്യാവുന്ന കുറേ ഇൻഫോർമേഷൻസ് ഉണ്ട്. സോ ഗോ ത്രൂ ദാറ്റ്. ഇറ്റ് വിൽ റിയലി ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു. ബൂം ബാം ബാ ബാര ബാ ബൂം പൗ. ഗൈസ്, ഒരു കസ്റ്റമർ പോയ ഒരു റിവ്യൂ ആണ് ഇനി അടുത്ത് കാണിക്കുന്നത്. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ദിസ് ഇസ് മീ GJ. നമസ്കാരം, ഞാൻ മൃണാൾ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എടപ്പള്ളി ലുലുമാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത്. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു. ബഹളം ഉണ്ടാക്കരുത്, ഇതിപ്പോ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബന്ധുക്കാരും നാട്ടുകാരുവാ. ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇനി ആരും സൂത്രം കാണിച്ചാ ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുക്കും.
കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. അതെ, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ പൈസ കൊടുക്കണം, ഫസ്റ്റ് പൈസ കൊടുത്താലേ സാധനം കിട്ടൂ എന്തായാലും. ഇപ്പോൾ ഫുഡാവട്ടെ എന്തായാലും പൈസ കൊടുത്താലേ സാധനം കിട്ടൂ, അല്ലാതെ പൈസ ഇല്ലാതെ ആരെങ്കിലും ഓസിന് കൊടുക്കുമോ? ഗായ്സ്, ഒരു ഫണ്ണി കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ജാസു ജാസ് 6997 പുള്ളിക്കാരൻ എഴുതിയതാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് പണ്ടേ ഈ മുതലിനെ ഇഷ്ടമല്ല, എന്തിനും ഏതിനും കുറ്റം. സത്യമാണ് ഗൈസ്, എന്തിനും ഏതിനും കുറ്റം തന്നെയാണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം, പൈസ ആദ്യം, പൈസയുടെ ആർട്ടയിലുള്ളവർക്ക് പറ്റിയതല്ല ഭക്ഷണത്തിൻ്റെ കച്ചവടം പൈസയിലല്ലേ? ഏതൊരു സ്റ്റാർട്ടപ്പിനും പൈസ വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, എന്നാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. എന്താണ് താങ്കളുടെ റെസ്റ്റോറൻറ്റ് ഓസിനാണ് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? പുള്ളിക്കാരൻ എന്തൊക്കെയാ പറയുന്നത്? രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ചെട്ടി ചതിച്ചാ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നാ പഴമൊഴി. ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലുണ്ട്. എന്തായാലും പ്രശ്നം തീർന്നല്ലോ? ഇല്ല, തീർന്നില്ല, പ്രശ്നം തുടങ്ങാൻ പോകുന്നുള്ളൂ. ഗൈസ്, ഒരു കസ്റ്റമറിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്, കണ്ടു നോക്കാം. ബിരിയാണി ഓക്കെ. അവിടെ ആ ബിരിയാണിയിൽ ഈച്ചയോ? ഇതാണ് ഒരു ഹൈജീനിക് റെസ്റ്റോറൻറ്റ്. ഗൈസ്, ഇത് വേറെ ആരതുമല്ല, ഹംഗ്രി മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റിലെ ചെറിയൊരു റിവ്യൂസാണ് കസ്റ്റമേഴ്സ് ഇടുന്നത്. ഗൈസ്, ചെറുതായിട്ട് ബിരിയാണിയിലൊരു ഫ്രീ ആയിട്ട് കിട്ടിയ ഈച്ചയാണ്. സോ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളത് കഴിക്കണം. ഗൈസ്, ഒരു ഫണ്ണി കമൻറ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൈ ഡ്രോയിങ് ഡേയ്സ് ആണ് എഴുതിയേക്കുന്നത്. ഈച്ചയ്ക്കും പ്രത്യേകം പണം അടയ്ക്കണം. സത്യം, ഒരു ബിരിയാണി മേടിച്ച ഒരു ഈച്ച ഫ്രീ. മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് എന്തിന് പതുക്കിയാക്കണം? 4 പേര് അറിയട്ടോ? ആഹാ, കയ്യിലുള്ള കാശ് തന്നിട്ട് പാറ്റയും പൂച്ചയും വേണം വിഷാംശങ്ങളുടെ ഭക്ഷണം കഴിക്കണമെന്നോ? ഒന്ന് പോടാ കൊച്ചിനെ, കളരി പലതും കണ്ടവനായി വെണ്ടർ. വേറെ വല്ല നമ്പർ കൊണ്ട് ഇറക്കി. ഗൈസ്, വേറൊരു കസ്റ്റമറിൻ്റെ റിവ്യൂ കാണിച്ചു തരാം. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. കിടപ്പാടം പോവോ വർക്കി? സാധ്യത ഇല്ലാതല്ല. അപ്പുറത്ത് നോക്കിയപ്പോ നിനക്ക് തോന്നിയില്ലടേ ഇപ്പുറത്ത് ഒരുത്തൻ കാണുമെന്ന്? ഒരു മര്യാദ വേണ്ടേ? ഗായ്സ്, ഒരു ഫണ്ണി കമൻറ്റ് കൂടെ ഉണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മിസ്റ്റർ സുപ്രീം W ആണ് എഴുതിയേക്കുന്നത്. മോൻ ചെയ്തതിനൊക്കെ ദൈവം മോന് തരും. There is always karma. Believe in karma, guys. So thank you guys for watching this video. I hope you guys enjoyed funny reactions. If you like the video, like, share, subscribe. Peace and have a beautiful day. അതുകൊണ്ട് നല്ല ഇടി അങ്ങനെ കൊടുത്തില്ലേ, ഇങ്ങോട്ട് കിട്ടിയില്ലേ എനിക്ക് ആരും അറിയണ്ട. I won't ever let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friend.